ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ആക്ച്വലി എന്താണ് നമ്മുടെ പ്രസവാനന്തര ശുശ്രൂഷയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതെ, അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസവം കഴിഞ്ഞതിന് ശേഷം നമ്മള് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ, നമ്മുടെ ബോഡി ആണെങ്കിലും ശരി, മൈൻഡ് ആണെങ്കിലും ശരി, നോർമൽ തിരിച്ചു വരാനായിട്ട് കുറച്ചൊന്ന് ടൈം എടുക്കും. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യണം. ബേബിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ അമ്മയും കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിന് വേണ്ടിയിട്ട് സഹ്യ എന്ന് പറയുന്ന ഒരു ടീമിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോ അവരുടെ ഒരു ട്രീറ്റ്മെന്റിലാണ് ഞാനിപ്പോ ഏകദേശം ഒരു 7 ദിവസം കഴിഞ്ഞു. ആക്ച്വലി ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതായത് നമുക്ക് എങ്ങനെയുണ്ട് ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അറിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വീക്കായിരുന്നു ബോഡി. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, ബാക്ക് പെയിൻ കാരണം നടക്കാൻ ബുദ്ധിമുട്ട്, സ്റ്റിച്ചിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. സഹിയുടെ ടീം ഫസ്റ്റ് വീട്ടിൽ വന്നു, 2 ഡോക്ടേഴ്സ് വീട്ടിൽ വന്നു. അവർ വന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത 2ാമത്തെ ദിവസം തന്നെ എനിക്ക് വ്യത്യാസം നല്ല രീതിയിൽ കണ്ടു തുടങ്ങി. ഇതൊരു എന്റെ ഒരു ജെന്യൂൻ റിവ്യൂ ആണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വ്യത്യാസം കണ്ടു തുടങ്ങി. എനിക്ക് ബാക്ക് പെയിൻ നല്ലൊരു കുറവുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന കുറെ അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വന്നു. അപ്പം 7th ഡേയിൽ തന്നെ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോ ഏട്ടനും ഉണ്ട്. അപ്പൊ ഏട്ടനും ഡയറക്റ്റ് കാണട്ടെ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും എന്നൊക്കെ. ആളിതുവരെ കണ്ടില്ല അല്ലേ? നമ്മളത് 21 ഡേയ്സ് പാക്കേജ് ആണ് എടുത്തിരിക്കുന്നത് അല്ലെ? ആക്ച്വലി ഇതിൽ ഒരുപാട് പാക്കേജസ് ഉണ്ട്. 21 ഡേയ്സ് ഉണ്ട്, 28 ഡേയ്സ് ഉണ്ട്, പിന്നെ 14 ഡേയ്സിന്റെ പാക്കേജ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പാക്കേജുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 21 ഡേയ്സിന്റെ പാക്കേജാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ബെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എന്നെ കിടത്തി ഒഴിയാനുള്ള ബെഡ് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ സഹിയുടെ തന്നെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഓയിലാണ്, പിന്നെ അതേപോലെ ഇത് ബോഡി പാക്കാണ്, പിന്നെ ഇത് ഫേസ് പാക്കിനുള്ള സാധനം, ഇത് ഹെയർ പാക്കിനുള്ളതാണ്. അപ്പോ ഇത് ഇത്രയും സെറ്റ്. ഇത് കണ്ടോ, സഹിയുടെ തന്നെ എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട്. അവര് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം. അപ്പൊ ഇത് ഓരോന്നോരോന്നുമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് തലയിൽ എണ്ണ തേച്ചിട്ട് നല്ല രീതിയിൽ മസാജ് കൊടുക്കാൻ പോവാണ്. മസാജ് ചെയ്തതിന് ശേഷം ഹെയർ പാക്ക് ഇടും. അപ്പോൾ ചേച്ചിയാണ് തെറാപ്പിസ്റ്റ്. ആക്ച്വലി സഹിയിലുള്ള എല്ലാ തെറാപ്പിസ്റ്റും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ വേറെ കോ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്ത ആൾക്കാരൊക്കെ എന്നോട് പേഴ്സണലി പറഞ്ഞതാണ് വന്ന് ചെയ്ത ആൾക്കാരൊക്കെ നല്ലതാണെന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ചേച്ചി എനിക്ക് ചെയ്തു തരുന്നതും നല്ല രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മള് എണ്ണ തേക്കാൻ പോവാണ്. എനിക്ക് ഹെയർ ഫോളും കാര്യങ്ങളും അങ്ങനെ അധികമൊന്നും ഇല്ല. പക്ഷെ ഇത് തേച്ചിട്ടാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളും കാര്യങ്ങളും വരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ വന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് മസാജും പിന്നെ ഹെയർ ഓയിലും പാക്കൊക്കെ ഇടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഹെയർ ഓയിൽ വയ്ക്കാം. അപ്പോൾ അതേ ഓയിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തു, മസാജൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേച്ചി പാക്ക് എടുക്കാൻ വേണ്ടി പോയിക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡേ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവര് വന്ന് ആക്ച്വലി പ്രഷ്യ ഡോക്ടറും സജന ഡോക്ടറും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് വന്ന് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റ് അവർ കറക്റ്റായിട്ട് പറയാ. എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്റെ ട്രീറ്റ്മെന്റിൽ. എനിക്കുള്ള ബോഡി പെയിനും ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്റെ ട്രീറ്റ്മെന്റിലും കുറച്ചധികം വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്.
പിന്നെ വേറൊരു കാര്യം, ഇവര് തന്നെ ബേബിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബോഡി ഓയിലും പിന്നെ അതുപോലെ ഹെയർ ഓയിലും ഒക്കെ ഇട്ട് അതൊക്കെ ഇട്ട് നല്ലോണം മസാജ് ഒക്കെ ചെയ്ത് കുളിപ്പിച്ച് നമ്മൾ 21 ഡേയ്സിനുള്ളിൽ നമുക്കും പറഞ്ഞു തരും എങ്ങനെയാണ് കുഞ്ഞുമാവിനെ കുളിപ്പിക്കേണ്ടത് അല്ലേ. അതും പറഞ്ഞു തന്നിട്ട് പോത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ബേബിനെ കുളിപ്പിച്ചു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂർ എടുക്കും ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് കഴിഞ്ഞ് വരാനായിട്ട്. അപ്പൊ അത് ആ ഒരു സമയം കൊണ്ട് വാവേനെ കുളിപ്പിച്ച് ഒന്ന് സെറ്റാക്കി ഫീഡൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനവിടെ എത്തുമ്പോഴേക്കും കറക്റ്റ് സമയത്തിന് ആകെ ഉണങ്ങിയിട്ടുണ്ടാകും. അടുത്ത ഫീഡിന് വേണ്ടിയിട്ടുള്ള ടൈം ആകും. അപ്പൊ സമാധാനമായിട്ട് നമ്മൾ ഇപ്പൊ ഇരുന്ന് ഈ മസാജ് ഒക്കെ ചെയ്യാൻ പോകണം. അപ്പൊ അടുത്ത പാക്ക് ഇടാൻ പോവാണേ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം കുഞ്ഞോട്ടൻ പഴയതൊന്നും കുറച്ച് ഗ്ലാമറായി വരുന്നുണ്ട്. 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. അതെ അതെ, എൻ്റെ ഒരു 21 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി ഗ്ലാമർ കൂട്ടാനുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യേണ്ടി വരും ഇവിടുന്ന്. ഞാൻ പക്ഷെ പഴയ രീതിയിലേക്കും എത്തി കേട്ടോ. ബോഡി നല്ല രീതിയിൽ എനിക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉഴിയുന്നോണ്ടാന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വണ്ണമൊക്കെ കുറഞ്ഞു. എനിക്ക് വയർ അതേപോലെ ടൈറ്റ് ആയിട്ട് ഇവർ കെട്ടിത്തരുന്നുണ്ട്. അപ്പൊ അത് തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ടേബിളിൽ കയറിയിരുന്നു. ഇനി അടുത്തത് ഫേസ് മസാജും കൂടെ ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ 14 ദിവസമാണ് നമുക്ക് ഈ ഉഴിച്ചിലും പാക്കും കാര്യങ്ങളും ഉള്ളത്. ബാക്കിയുള്ള 7 ദിവസം നമുക്ക് കിഴിയാണ് വരുന്നത്. ആദ്യം ഒരു 3 ദിവസം നാരങ്ങ കിഴിയും ലാസ്റ്റിലത്തെ 4 ദിവസം നവര കിഴിയാണ്. അപ്പം എനിക്ക് ബോഡി പെയിനും പിന്നെ നീരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു പാക്കേജിൽ എനിക്ക് നാരങ്ങ കിഴിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാരങ്ങ കിഴി 3 ദിവസം ചെയ്തതിന് ശേഷം നവരക്കിഴി ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൺ നല്ലോണം ഒന്ന് സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ഈ കിഴിയുടെ പ്രോസസ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും സ്കിൻ ടോൺ നമുക്ക് മാറും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൽ നമുക്ക് ലാസ്റ്റ് ഡേ നമുക്കൊരു ആയുർവേദിക് ഫേഷ്യലും പിന്നെ പെഡിക്യൂറും മാനിക്യൂറും വരുന്നുണ്ട്. ഇതെന്തിനാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ മഞ്ഞളും കാര്യങ്ങളൊക്കെ ബോഡിയിൽ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നഖത്തിലും ഒക്കെ ആയിട്ട് മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പെഡിക്യൂറും മാനിക്യൂറും ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും അടുത്ത ഫേസ് മസാജും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങട്ടെ. അങ്ങനെ ഇതേ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ബോഡി മസാജും ബോഡി പാക്കും ആണ് ഇടാൻ പോകുന്നത്. അതിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേദവെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണ് ചെയ്യുക. വേദവെള്ളം നമ്മൾ തലേ ദിവസം തന്നെ നല്ലോണം ചൂടാക്കി തിളപ്പിച്ചിട്ടിട്ടുണ്ടാകും. പിന്നെ ഇപ്പോൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ചൂടാക്കിയതിന് ശേഷമായിരിക്കും എടുക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബോഡി മസാജ് ചെയ്യും, എന്നിട്ട് ബോഡി പാക്ക് ഇടും. പിന്നെ കണ്ണിന്റെ ചുറ്റും നമ്മള് വേറെ എന്തൊരു സെപ്പറേറ്റ് സംഭവം, നവര പാക്ക്. കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ട്. കണ്ണടച്ചോളൂ.
അപ്പോൾ ഇതാണ് കുഞ്ഞൂട്ടനുള്ള വേത് വെള്ളം എന്ന് പറയുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ്. നാൽപ്പാമരം ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലേ? ചൂടുണ്ട് അമ്മേ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് കുളിക്കാൻ പോകുന്നത്. നമ്മുടെ മഞ്ഞളിട്ടുള്ള മസാജിങ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ഈ ചൂട് വെള്ളത്തിൽ ഒരു കുളി. അത് കഴിയുമ്പോഴത്തേനും അടിപൊളിയാവും. കുളിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് കേശധൂമം ചെയ്യാൻ പോവാണ്. മുടി പുകയ്ക്കാൻ പോവാണ്. കുന്തിരിക്ക് ഇട്ടിട്ടാണ് പുകയ്ക്കുന്നത്. വയറ് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ നമുക്ക് എത്ര സമയം ഇത് കെട്ടി വെക്കാൻ പറ്റുന്നു അത്രയും സമയം വെച്ചാൽ നല്ലതാണ്. വയറ് അത്രയും കുറഞ്ഞിരിക്കും. പിന്നെ ഈ ഒരു പുക നമ്മൾ സ്റ്റിച്ചിന്റെ എവിടെയും കൂടി പിടിക്കുന്നതാണ്. നമുക്ക് വേഗം ഉണങ്ങാനും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ടും കൂടിയിട്ട് ഇത് പുകയ്ക്കുന്നതാണ്. തലയിൽ നമ്മൾ രാസ്നാദി അപ്ലൈ ചെയ്യുകയാണ്. ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ധൂമപാനം ആണ്. അതായത് ഈ സംഭവം ഇങ്ങനെ കത്തിച്ചിട്ട് ഇത് പുക ഈ പുക നമ്മൾ മൂക്കിൽ കൂടെ എടുത്ത് വായിക്കൂടി വിടും. അതെ, ഇപ്പൊ കാണിച്ചത്. അതെ. കപക്കെട്ട് പോയി കഴിഞ്ഞിട്ട് കപക്കെട്ട് പിന്നെന്താ ജലദോഷം ഇതൊന്നും വരാതിരിക്കാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ എന്റെ എല്ലാം ഞരമ്പ് നമ്മൾ അറിയും. ഇവിടെ കിട്ടിയില്ല. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിക്കുട്ടിയാക്കുകയാണ് നമ്മുടെ കുഞ്ഞോട്ടനെ. ഇത് കൺമഷി ഒരു പ്രത്യേകതരം ഇവർ തന്നെ ഉണ്ടാക്കുന്ന ആയുർവേദ കൂട്ടൊക്കെ ഉള്ള കൺമഷിയാണ് അല്ലേ? അടിപൊളി. ആ കറുത്ത പൊട്ടൊക്കെ തൊട്ടപ്പോ സുന്ദരിക്കുട്ടിയായി. അപ്പോ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതാണ് ആക്ച്വൽ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഏകദേശം 2 മണിക്കൂർ എടുക്കും കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ എന്താ ഇത് കഴിയുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്ന ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ്. ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും ശരി പോയി ഒന്ന് കിടന്നാൽ മതി. പിന്നെ നിവർന്ന് കിടക്കണം എന്നാ പറയുന്നത്. മലർന്ന് നിവർന്ന് സ്റ്റഡി ആയിട്ട് കിടക്കണം എന്നാ പറയുന്നത്, ബാക്ക് പെയിൻ വരാതിരിക്കാനായിട്ട്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഞാൻ എങ്ങനെ എത്തി എന്ന് വാവ അറിയുന്നു എനിക്കറിയില്ല. ഞാൻ ചെന്ന് കിടക്കുമ്പോൾ അവൾ എണീക്കും അപ്പൊ തന്നെ പാൽ കുടിക്കാനായിട്ട്. അപ്പൊ ഇനിയിപ്പം താഴെ പോയി. ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലേ ഈ ഒരു പ്രോസസ്? അടിപൊളി, നല്ല പ്രോസസ്സാണ്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കുഞ്ഞോട്ടന് ഫിസിക്കലി. ഒട്ടും വയ്യായിരുന്നു ആഫ്റ്റർ ഡെലിവറി. പക്ഷെ ഇപ്പം വീണ്ടും പഴയ പോലെയൊക്കെ ആയി വരുന്നുണ്ട്. നല്ല സ്കിന്നും നമ്മുടെ ബോഡിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതെ അതെ, എല്ലാം എന്താ പറയുന്നത്, അടി മുതൽ മുടി വരെ എന്ന് അറിയില്ല, അതുപോലെ തന്നെ മൊത്തത്തിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സോ എന്താ പറയുന്ന ഭയങ്കര യൂസ്ഫുൾ. So once again thank you so much Sahia. Yes. കുഞ്ഞോട്ടനെ വീണ്ടും അടിപൊളിയാക്കി തിരിച്ചു തരുന്നതിന്. അതെ. അപ്പോൾ ഇതേ നമുക്ക് 14 ദിവസത്തെ ഒഴിച്ചിലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് 7 ദിവസം കിഴിയാണുള്ളത്. അതിലൊരു 3 ദിവസം നാരങ്ങ കിഴിയും ബാക്കി 4 ദിവസം നവര കിഴിയുമാണ്. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ 21 ഡേയ്സിന്റെ
ഈ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി ഇന്ന് രാവിലെ. ലാസ്റ്റ് ചെയ്തത് നവരക്കിഴിയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് ഡേ വന്നിട്ട് നമുക്ക് ആയുർവേദ ഫേഷ്യലും കാണും, അതേപോലെ പെഡിക്യൂറും കാണും. അപ്പോൾ ഫേഷ്യൽ കഴിഞ്ഞു, പാക്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതേ എൻ്റെ 21 ഡേയ്സിന്റെ പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് ഇന്നലത്തോടു കൂടി കഴിഞ്ഞു. ഇന്നത്തെ ഡോക്ടേഴ്സ് എല്ലാവരും ഇവിടെ എത്തി. വന്ന് കണ്ടു, നോക്കി. ഇത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള കുറച്ച് ലേഹ്യങ്ങളൊക്കെ തന്നിട്ടാണ് പോയത്. നല്ല രീതിയിലുള്ള വ്യത്യാസം എനിക്ക് ഉണ്ടായി. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ മുതലുള്ളതല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ആണെങ്കിലും ശരി, മൈൻഡ് ആണെങ്കിലും ശരി, നല്ല രീതിയിലൊന്ന് സെറ്റായി ബാക്ക് ടു നോർമൽ എത്തിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് സഹ്യ ഹോസ്പിറ്റലിന് ഒരുപാട് നന്ദി. ഈ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് എനിക്ക് നല്ല രീതിയിൽ അതൊന്ന് ക്രോസ് ചെയ്ത് വരാൻ എനിക്ക് കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്കമിങ് മമ്മീസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം പീരീഡ് അടിപൊളിയാക്കി മാറ്റുക. അത് മാത്രമല്ല, സഹിക്ക് തന്നെ ഒരു പ്രത്യേകം യൂട്യൂബ് ചാനലുണ്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കാണിക്കാനായിട്ട്. അപ്പൊ അതും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് സഹ്യ ഹോസ്പിറ്റൽ.